വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ഈ ചാപ്റ്ററിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ ഈതേഴ്സിന്റെ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈതേഴ്സിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, അതില് ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ്. അപ്പൊ ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് പ്രോട്ടിക് ആസിഡ്സ് ആണ്. അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: H2SO4 H3PO4. ഓക്കെ, അപ്പൊ ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ നടക്കുന്ന ടൈമിലുള്ള കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എത്തനോൾ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഈത്തീൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ എത്തനോൾ ടു ഈത്തീൻ കൺവേർഷൻ നടക്കുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് അറ്റ് 443 കെൽവിൻ. ഓക്കെ, ഇനി നമ്മൾ 413 കെൽവിനിലാണ് ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഇത്തോക്സി ഈത്തേൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഫോർമേഷൻ ഓഫ് ഈതർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ന്യൂക്ലിയോഫിലിക് ബയോമോളിക്കുലർ റിയാക്ഷൻ ആണ് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ആൽക്കഹോൾ മോളിക്യൂള് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ആൽക്കഹോൾസിനെ അസിഡിക് ഡീഹൈഡ്രേഷൻ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആൽക്കീൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഓഫ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ പ്രിപ്പറേഷൻ നമ്മൾ മെയിൻ ആയിട്ട് ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമുള്ള ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ് വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ലാബോറട്ടറിയിലൊക്കെ ഈ ഒരു മെത്തേഡാണ് അധികം യൂസ് ചെയ്യുന്നത്. സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഈതേഴ്സ് രണ്ടിനെയും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ സോഡിയം ആൽക്കോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യിക്കുകയാണ് വില്യംസൺ സിന്തസിസിൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള ഈതേഴ്സും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. വില്യംസൺ സിന്തസിസ് ഈ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഏറ്റവും ബെറ്റർ റിസൾട്ട് തരുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സിന്റെ കേസിലാണ്. ഓക്കെ, ഇനി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് നോക്കുകയാണെങ്കിൽ എലിമിനേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂഷനെ കോമ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഇനി നമ്മൾ ഇവിടെ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് റിയാക്ഷൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആൽക്കീൻസ് ആയിരിക്കും. ഈതർ ഒരിക്കലും ഈ ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എടുത്താൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈതേഴ്സ് ആണ്. അപ്പൊ ഈതറില് കാർബൺ ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് പോളാർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈതറിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈതറിന്റെ കേസിൽ. ഓക്കെ, ഇനി ഈ ഒരു പൊളാരിറ്റി ഓഫ് ഈതേഴ്സ് വീക്ക് ആണെങ്കിലും അതൊരിക്കലും ഈതറിന്റെ ബോയിലിംഗ് പോയിന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അല്ല. നമ്മളിപ്പോ ആൽക്കഹോൾസ് ആൻഡ് ഈതേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ രണ്ടിന്റെയും ബോയിലിംഗ് പോയിന്റിൽ വളരെയധികം ലാർജ് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ആൽക്കഹോൾസ്. ഇനി ഈതേഴ്സ് വാട്ടറിൽ മിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. ആൽക്കഹോളിനെ പോലെ തന്നെ ഈതറിലുള്ള ആ ഒരു ഓക്സിജനും ഹൈഡ്രജൻ ബോണ്ടിനെ ഫോം ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഈതറിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് വരുന്നത് ക്ലീവേജ് ഓഫ് കാർബൺ ഓക്സിജൻ ബോണ്ട് ആണ്. ഓക്കെ, നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എടുത്താൽ ഈതർ ആണ് ഏറ്റവും ലീസ്റ്റ് അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ്? ക്ലീവേജ് ഓഫ് കാർബൺ ഓക്സിജൻ ബോണ്ട് ഈതറിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഡ്രാസ്റ്റിക് കണ്ടീഷൻസിലാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ഇപ്പൊ റിയാക്ഷൻ ഓഫ് ഡൈ ആൽക്കൈൽ ഈതർ വഴി നമുക്ക് കിട്ടുന്നത് എന്താണ്? രണ്ട് ആൽക്കൈൽ ഹാലൈഡ് മോളിക്യൂൾസ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ആൽക്കൈൽ അരൈൽ ഈതേഴ്സിനെ നമ്മൾ ക്ലീവേജ് ചെയ്യുന്നത് ആൽക്കൈൽ ഓക്സിജൻ ബോണ്ടിന്റെ
പൊസിഷനിലാണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു മോർ സ്റ്റെബിലിറ്റി ഓഫ് അരൈൽ ഓക്സിജൻ ബോണ്ട്. അപ്പൊ ഈ റിയാക്ഷനിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു ഫീനോളും ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള ഈതറിനെ നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ ക്ലീവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വരുന്നത് ഇങ്ങനെയാണ്: ഹൈഡ്രജൻ അയോഡൈഡ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ബ്രോമൈഡ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇനി നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ആൽക്കോക്സി ഗ്രൂപ്പ്, അതായത് OR ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർത്തോ പാരാഡൈറ്റിക് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ആൽക്കോക്സി ഗ്രൂപ്പ് എന്താണ്? അരോമാറ്റിക് റിങ്ങിനെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെയിം മെത്തേഡ് നമ്മൾ ഫിനോളിന്റെ കേസിലും കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അതിൽ വരുന്നത് ഹാലോജനേഷൻ റിയാക്ഷൻ ആണ്. യൂഷ്വലി ഹാലോജനേഷൻ ഇൻ ബെൻസീൻ റിംഗ് അണ്ടർഗോ ചെയ്യുന്നത് ഫീനൈൽ ആൽക്കൈൽ ഈതേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അനിസോളിനെ നമ്മൾ ബ്രോമിനേഷൻ ചെയ്യും. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രോമിൻ ഇൻ എത്തനോയിക് ആസിഡ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? പാരാ ബ്രോമോ അനിസോളും ഓർത്തോ ബ്രോമോ അനിസോളും ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതില് പാരാ ഐസോമർ ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്താണ്? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആണ്. ഇവിടെ അനിസോൾ ആണ് മെയിൻ ആയിട്ട് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അതായത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലേക്ക് നമ്മൾ ആൽക്കൈൽ ആൻഡ് അസൈൽ ഗ്രൂപ്പ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ബൈ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് റിയാക്ഷൻ വിത്ത് അസൈൽ ഹാലൈഡ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. അപ്പൊ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആണ് ഇവിടെ നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അനിസോൾ പ്ലസ് CH4Cl ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? 2-methoxy ടൊളുവിനും 4-methoxy ടൊളുവിനും ആണ് കിട്ടുന്നത്. ഇവിടെ മേജർ പ്രൊഡക്റ്റ് ഏതാണ്? 4-methoxy ടൊളുവിനാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് അനിസോൾ പ്ലസ് എത്തനോയിൽ ക്ലോറൈഡ് ദാറ്റ് ഈസ് CH3COCl ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? 2-methoxy അസറ്റോഫിനോണും 4-methoxy അസറ്റോഫിനോണും ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് 4-methoxy അസറ്റോഫിനോൺ ആണ് ഇവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്? നൈട്രേഷൻ ആണ്. അതായത് അനിസോൾ ഒരു മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് ആ ഒരു മിക്സ്ചറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന മിക്സ്ചർ എന്തൊക്കെയാണ്? ഇവിടെ 2 നൈട്രോ അനിസോളും 4 നൈട്രോ അനിസോളും ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ 4 നൈട്രോ അനിസോൾ ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഈ ഒരു റിയാക്ഷനിൽ വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ചാപ്റ്ററിലെ ടോപ്പിക്സ്. താങ്ക് യു.